വിഷയത്തിലേക്ക് കടക്കുകയാണ്. ധന്യ ഭാസ്കരൻ, പ്രൊഫൈൽ പ്ലീസ്. ധന്യ ഭാസ്കരൻ പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധയും ചിന്തകയും എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമാണ് ധന്യ ഭാസ്കരൻ. പാരന്റോ പാരയോ എന്ന പ്രസന്റേഷനുമായി എസൻഷ്യ 2018 വേദിയിലെത്തുന്നു ധന്യ ഭാസ്കരൻ. നമസ്കാരം. പാരൻറ്റിങ് എന്നുള്ളൊരു വാക്ക് നമ്മൾ മലയാളികൾ കേട്ട് തുടങ്ങിയിട്ടില്ല. നമ്മൾ മലയാളികൾക്കിടയിൽ ഒരു പ്രചാരം സിദ്ധിച്ചിട്ട് അതിന് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. നമ്മൾ പ്രത്യേകിച്ച് ന്യൂജൻ പാരൻസ് ആയിട്ടുള്ള പലരും കേൾക്കുന്ന ചില വാക്യങ്ങളാണ് ഞാനീ പറയാൻ പോകുന്നത്. പുസ്തകം നോക്കി മക്കളെ വളർത്താൻ പഠിക്കുന്നവർ, കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും നോക്കി മക്കളെ വളർത്താൻ പഠിക്കുന്നവർ, ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും കേൾക്കുന്നവരാണ് ഇപ്പോഴത്തെ പാരൻസ്. നമ്മുടെ ഇടയിൽ പലരും പറയാറുള്ളത് പാരൻറ്റിങ് ഈസ് ആൻ ആർട്ട് എന്നാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഇൻബോൺ എബിലിറ്റി, അതുമല്ലെങ്കിൽ പാരൻറ്റിങ് ഈസ് വെരി നാച്ചുറൽ. ഇങ്ങനെയൊക്കെയാണ് അടുത്ത കാലം വരെയും നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കരുതി പോകുന്നത്. വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ പാരൻറ്റിങ് എന്നുള്ളത് സ്പെഷ്യലൈസേഷൻ സാധ്യതയുള്ളൊരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട്. ഈ അടുത്ത കുറച്ച് കാലമായിട്ട് നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു വാക്കായിട്ട് പാരൻറ്റിങ് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ കുട്ടികളുടെ PTA മീറ്റിങ്ങുകളിൽ സ്പെഷ്യൽ ക്ലാസ്സുകളായിട്ട് പാരൻറ്റിങ് ക്ലാസ്സുകൾ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതൊരു പുതിയ തൊഴിൽ സാധ്യതയാണ്. ഒരുപാട് ട്രെയിനേഴ്സൊക്കെ വന്ന് പാരൻസിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു പുതിയ തൊഴിൽ മേഖല കൂടിയായിട്ട് പാരൻറ്റിങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനോ അമ്മയോ ആവുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ചിലർക്കെങ്കിലും അത് യാദൃശ്ചികമായിരിക്കാം, മറ്റു മിക്കവർക്കും സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. പക്ഷെ നല്ലൊരു രക്ഷിതാവാകുക എന്നുള്ളത് അത്രയധികം സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ടുള്ള ഒരു കാര്യമല്ല. പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എങ്ങനെയാണ് ആരോഗ്യത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സ്വാസ്ഥ്യം എന്നാണ്. ഇപ്പോൾ പാരൻറ്റിങ് എന്ന വിഷയത്തിനകത്ത് ഇതൊക്കെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത് വലിയൊരു വിഷയമാണ്, ദിവസങ്ങളോളം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു വിഷയം. ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവും ബൗദ്ധികവും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഉന്നമനത്തിൽ എങ്ങനെയെല്ലാം നമ്മൾക്ക് അവരെ സഹായിക്കാം, എന്തൊക്കെയാണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻസ്, എങ്ങനെയൊക്കെ മാതാപിതാക്കൾക്ക് അവൻ്റെ ജീവിതയാത്രയിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിലെ അറിയാനുള്ള അവൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അവൻ്റെ കൂടെ പങ്കാളികളാവാൻ പറ്റുക. ഇതൊക്കെ പാരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പാരൻറ്റിങ് എന്നുള്ളതിനകത്ത് നമ്മൾ സ്വാധീനം ചെലുത്തുക, ഇൻഫ്ലുവൻസ് എന്നുള്ളൊരു വാക്ക്, അതിൻ്റെ കൃത്യമായ തത്തുല്യമായ മലയാളമല്ല സ്വാധീനം. സ്വാധീനത്തിന് എപ്പോഴും സ്വന്തം അധീനതയിലാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിനുമായിട്ടാണ് ബന്ധം. ഇൻഫ്ലുവൻസ് പോലെ ഒരു പോസിറ്റീവ് നോട്ട് ഇല്ല, അതിന് വേറൊരു മലയാളം വാക്ക് കിട്ടിയില്ല. ഒരു പക്ഷേ നമ്മുടെ പാട്രിയാർക്കിയൽ സൊസൈറ്റിയുടെ ഒരു പ്രശ്നം കൂടി ആവാം നമുക്ക് ചില കാര്യങ്ങളിൽ യോജിക്കുന്ന വാക്കുകൾ കിട്ടാത്തത്. അപ്പോൾ പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് കുട്ടികളുടെ മുകളിലുണ്ട്. ഈ ഇത്തരം ഇൻഫ്ലുവൻസിനെ പലപ്പോഴും ഇൻഫ്ലുവൻസ് എന്നുള്ള ചെല്ലപ്പേരിട്ട് നമ്മൾ വിളിക്കുന്നത് പലപ്പോഴും പലതരത്തിലുള്ള ഡൊമിനേഷനുകളെയാണ്, അഥവാ മേധാവിത്വങ്ങളെയാണ്. നമ്മളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന മേധാവിത്വങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതാണ്, അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില മേധാവിത്വങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ പ്രസൻറ്റേഷനിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മേധാവിത്വം വിജ്ഞാനം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു മേധാവിത്വമാണ്. എന്താണ് വിജ്ഞാനം? അബ്സ്ട്രക്റ്റൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് വിജ്ഞാനം. അത് വളരെ കേവലമായിട്ടുള്ള ഒന്നല്ല, അത് എല്ലാ കാലത്തേക്കുമുള്ള ഒന്നല്ല. എൻ്റെ വിജ്ഞാനം നാളെ എൻ്റെ അജ്ഞാനമോ മറ്റന്നാൾ എൻ്റെ അബദ്ധമോ ആയി മാറാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം, ഞാൻ പയ്യന്നൂരുകാരിയാണ്. പയ്യന്നൂര് ചെറിയ കുട്ടികളെ, ജനിച്ചുകൊണ്ടുള്ള കുട്ടികളെ കുളിപ്പിക്കാൻ പരിപാലിക്കുക എന്നുള്ളതൊക്കെ വലിയ ചടങ്ങുകളും ആചാരങ്ങളൊക്കെയാണ്. ആചാരങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു നാടും കൂടിയാണത്. അപ്പോൾ ഈ ചെറിയ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മമാർ, അമ്മായിമാർ, വല്യമ്മമാർ, ഇങ്ങനെ ഒരു വലിയൊരു പട തന്നെ വീട്ടിലുണ്ടാവും. ഇപ്പോൾ പൊതുവെ പറയാറുള്ളൊരു വാക്ക്, ഒരു പയ്യന്നൂർ ടിപ്പിക്കൽ പ്രയോഗമാണ്, ചെറിയ കുഞ്ഞിനെ നല്ല പതക്കുന്ന വെള്ളത്തിൽ കുളിപ്പിക്കണപ്പാ, എന്നാലേ ചോക്കുള്ളൂ, എന്നാലേ നല്ല നിറം വരണ്ട്. ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ കേട്ടോണ്ടിരുന്ന വാക്കുകളാണ്. ഈ പതക്കുന്ന വെള്ളത്തിൽ കുളിപ്പിക്കുക എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള, തൊട്ടാൽ കൈ പൊള്ളുന്ന വെള്ളത്തിൽ അതിനെ മുക്കിയെടുക്കുക എന്നാണ് അർത്ഥം. ഇത് ഒരു 10-15 വർഷം മുമ്പത്തെ വിജ്ഞാനമാണ്.
ഇപ്പം അത് അജ്ഞാനവും കടന്ന് അബദ്ധമാണെന്ന് നമുക്കറിയാം. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ പേര് പറഞ്ഞ് കുട്ടികളുടെ മുകളിൽ സ്വാധീനം ചെലുത്തുമ്പോൾ, അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കുമ്പോൾ, അല്ലെങ്കിൽ ദുസ്വാധീനം ചെലുത്തുമ്പോൾ എന്താണ് അതിൻ്റെ ശരി? ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള വിജ്ഞാനങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളുടെ കുട്ടികളെ നമ്മളുടെ അടിമകളാക്കി വെക്കാറുള്ളത്. അടുത്തത് പ്രായം. അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. എനിക്ക് പ്രായം കൂടുതലാണ്, ഞാൻ നിന്നെക്കൂടെ ഒരുപാടധികം ചോറുണ്ടവനാണ്, അപ്പം എനിക്ക് കാര്യങ്ങൾ അറിയാം. ഈ ചോറുണ്ണുന്നത് കൂടുമ്പോൾ നമുക്ക് അവരെ അടിമകളാക്കാനുള്ള അധികാരം കൂടും എന്നുള്ളതാണെങ്കിൽ, ഒരു പക്ഷേ ഏറ്റവും വലിയ ഉടമയായി മാറേണ്ടത് നമ്മുടെ സുമോ ഗുസ്തിക്കാരോ അല്ലെങ്കിൽ ഒരുപക്ഷെ തീറ്ററപ്പായോ എങ്ങനെ ആയിരിക്കണം. തീറ്ററപ്പായോട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അദ്ദേഹത്തിൻ്റെ ബഹുമാനൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞു തന്നില്ല. അപ്പോൾ ചോറുണ്ണുന്നത്, പ്രായം കൂടുന്നത് മറ്റൊരാളെ അടിമയാക്കാനുള്ള, അയാളുടെ മുകളിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇനി പ്രായത്തിൻ്റെ കാര്യത്തിൽ ഒന്നുകൂടി എടുക്കുകയാണെങ്കിൽ, എനിക്കും എൻ്റെ മകനും മൊബൈൽ ഫോണിനെ കുറിച്ചൊരു പരീക്ഷ ഇട്ട് കഴിഞ്ഞാൽ പ്രായം കൂടിയത് കൊണ്ടോ അവനേക്കാളും കുറച്ചുകൂടി എക്സ്പീരിയൻസ് കൂടിയത് കൊണ്ടോ എനിക്ക് അവനെ വെല്ലാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രായം എന്നുള്ളത് എത്രമാത്രം യുക്തിഭദ്രമായ ഒന്നാണ് കുട്ടികളുടെ മുകളിൽ ആധിപത്യം അല്ലെങ്കിൽ മേൽക്കൈ സ്ഥാപിക്കുക എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത്തെ സ്ഥാനം. ഇത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ അച്ഛനമ്മമാരുടെ സ്ഥാനമാനങ്ങളെ കരുതി ജീവിതത്തിൽ വളരെയധികം പരാജയങ്ങൾ ഏറ്റുവാക്കിയിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. ചിലപ്പോൾ നമ്മൾ പലരും അതിൻ്റെ രക്തസാക്ഷികളായിരിക്കാം. അച്ഛൻ്റെ സ്ഥാനം, അമ്മയുടെ സ്ഥാനം, അപ്പനപ്പൂപ്പന്മാരുടെ സ്ഥാനം നോക്കി ജോലി, പഠനം, പ്രിയപ്പെട്ട ആൾക്കാർ, കൂട്ടുകാർ, വിവാഹം, പാർട്ട്ണർ ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്ഥാനം എന്നുള്ളത് വലിയ ഒരു ദുസ്വാധീനം തന്നെയാണ്. ഇനി ഗൃഹനാഥനായതുകൊണ്ട് അപ്പർ ഹാൻഡ്, വീട്ടിലെ കാര്യങ്ങൾ അപ്പർ ഹാൻഡ്, അതുകൊണ്ട് ഞാൻ ഗൃഹനാഥനായതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് ബാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ കുട്ടികളുടെ മുകളിൽ സ്വാധീനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് വരെയാണെങ്കിൽ വീട്ടിൽ ബ്രെഡ് വിന്നറായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിലേക്ക് പൈസ കൊണ്ടുവരുന്ന ആൾക്കായിരുന്നു ഏറ്റവും വലിയ സ്ഥാനം. അപ്പോൾ പൊതുവേ അത് പുരുഷന്മാരായിരുന്നത് കൊണ്ട് ഏറ്റവും നല്ല മീൻ കഷ്ണം, വറുത്തമീൻ്റെ കഷ്ണം അച്ഛനും, അതിനുശേഷം മാത്രം കുട്ടികൾക്കും, ഒരുപക്ഷെ പെൺകുട്ടികൾക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന വറുത്തമീൻ്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാധീനം ചെലുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല പല ഘടകങ്ങൾ. അടുത്തത് എക്സ്പീരിയൻസ്. ഇത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. എനിക്ക് നിന്നേക്കാളും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ്, നീ അനുസരിക്കണം, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ശരിയല്ലായിരുന്നുവെങ്കിൽ, എൻ്റെ എക്സ്പീരിയൻസ് തെറ്റായിരുന്നുവെങ്കിൽ അതിനർത്ഥം കുറേ കാലം കൊണ്ട് ഞാൻ നേടിയെടുത്ത എൻ്റെ തെറ്റുകൾ ഞാൻ ശരിയെന്ന് വിശ്വസിക്കുകയും എൻ്റെ അറിവില്ലായ്മയെ, എൻ്റെ വിഡ്ഢിത്തത്തെ, എൻ്റെ അഹങ്കാരമായി ഞാൻ കൊണ്ടു നടക്കുമ്പോൾ അതേ അഹങ്കാരത്തിന് അടുത്ത ജനറേഷനിലേക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത, മതം എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. ഇനി അടുത്ത ഒരു ഏരിയ, ഏതൊക്കെ തരത്തിലുള്ള അധികാര സ്വാധീനങ്ങളാണെങ്കിലും ഡോമിനേഷനാണെങ്കിലും അതിനെ പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ തിരിക്കാം. ശാരീരികമായിട്ടുള്ളത്, മാനസികമായിട്ടുള്ളത്. രണ്ടാണെങ്കിലും രണ്ടിൻ്റെയും റൂട്ടുകൾ കിടക്കുന്നത് ഹിംസ എന്നുള്ള ഒരേ കാര്യത്തിലാണ്. ശാരീരികമായി നമ്മളെക്കാളും ബലം കുറഞ്ഞ വളരെ ചെറിയ ആ കുഞ്ഞു ജീവികളെ നമ്മളുടെ ചൊൽപ്പടിയിൽ നിർത്താൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ നമുക്കുള്ള ഷോർട്ട് കട്ടുകളിലൊന്നാണ് ഹിംസ എന്നുള്ളത്. ഞാൻ കോർപ്പറൽ പണിഷ്മെൻറ്റ് നിർത്തലാക്കിയത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ വിഡ്ഢിത്തങ്ങളിലൊന്നാണെന്നും കുട്ടികളൊക്കെ നശിച്ചു പോകാൻ കാരണം കോർപ്പറൽ പണിഷ്മെൻറ്റ് നിർത്തലാക്കിയതാണെന്നും ഈ തലമുറയെ വഴിപഴച്ചു പോകാനുള്ള കാരണങ്ങൾ ഏറ്റവും പ്രധാനം കോർപ്പറൽ പണിഷ്മെൻറ്റ് നിർത്തലാക്കിയതാണെന്നൊക്കെ വാദിക്കുന്ന അധ്യാപകരോട് ദൈനംദിനം ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതേ അഭിപ്രായം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് രക്ഷിതാക്കൾക്കുള്ളത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലയ്ക്ക് കിടിച്ച് വളർത്തണം എന്നുള്ള പഴഞ്ചൊല്ല് വളരെ പ്രചാരം നേടിയൊരു സമൂഹമാണിത്. അപ്പോൾ കുട്ടികളെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പം അവർക്ക് തിരിച്ചു ചെയ്യാൻ ശരീരത്തിന് ശക്തി കുറഞ്ഞത് കൊണ്ട് അവരുടെ മുകളിൽ ഫിസിക്കലി അല്ലെങ്കിൽ ശാരീരികമായിട്ട് ആഘാതങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് മാനസികമായ ആഘാതം. ഏറ്റവും നല്ല ഉദാഹരണം, ചെറിയ കുട്ടികളെ എടാ ചെക്ക എന്ന പൈനൂർ ശൈലിയിൽ വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എടാ ചെക്ക എന്ന് വിളിച്ച് നമ്മൾ അപമാനിക്കുന്നത് അല്ല, ഇല്ലാതാക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഓഫ് എ ഹ്യൂമൻ ബീയിങ് ആണ്. ഇതേ വാക്ക് നമ്മളെക്കാളും സ്ഥാനം കൊണ്ട് ഉയർന്ന ഒരാളെ നമ്മൾ വിളിക്കുക, വഴിയിലൂടെ പോകുന്ന ഒരാൾ എടാ ചെക്ക എന്ന് നമ്മൾ വിളിക്കില്ല. നമ്മളെക്കാളും ശാരീരികമോ മാനസികമോ ഒക്കെ ആയി അല്ലെങ്കിൽ നമ്മളെക്കാളും ശാരീരികമായി ബലം കുറഞ്ഞ ഒരാളെ അത്തരത്തിൽ അഭിസംബോധന ചെയ്ത് അവൻ്റെ ഐഡൻറ്റിറ്റിയെ ഇല്ലാതാക്കാൻ നമ്മൾ പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. അതിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഘടനയെ ഉപയോഗിച്ച് പരിഹസിക്കാം, അവൻ്റെ കളർ ഉപയോഗിക്കാം, അവൻ്റെ ചിന്താരീതി ഉപയോഗിക്കാം, അവൻ്റെ സ്പെഷ്യൽ എബിലിറ്റീസിനെ ഉപയോഗിക്കാം, ഏതുമാവാം.
ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ദൈനംദിനം ഏറ്റുവാങ്ങുന്നവരാണ് നമ്മുടെ കുട്ടികൾ. അറിഞ്ഞും അറിയാതെയും കുടുംബത്തിനകത്തു നിന്നും ബന്ധുക്കളിൽ നിന്നും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, ബുള്ളിയിങ് അനുഭവിച്ച് അതിലൂടെ കടന്നു വരുന്നതാണ്. ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് അതിലൂടെ കടന്നു വരുന്നവരാണ് നമ്മുടെ ചെറിയ മക്കൾ. ഇനി ഏതൊക്കെ രീതിയിൽ അവരെ മലീഷ്യസ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലെങ്കിൽ മേധാവിത്വം സ്ഥാപിക്കാം എന്നുള്ളത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മളുടെ എല്ലാം ഇടയിൽ നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സേവനങ്ങൾ നൽകി ആളുകളുടെ മുകളിൽ മേധാവിത്വം സ്ഥാപിക്കുക. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാരാളമായിട്ട് സേവനങ്ങൾ അങ്ങ് ദാനം ചെയ്യുക. ഈ സേവനങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല. അത് കൃത്യമായ ദുഷ്ടലാക്കോടുകൂടിയാണ് ഇത്തരം സേവനങ്ങൾ നൽകുന്നത്. എന്നിട്ട് അവസാനം പറയും, ഞാൻ നിനക്കിതൊക്കെ ചെയ്തെന്നില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം, കാരണം വേറെ ആരെ ചെയ്തിരുന്നു എനിക്കിതൊക്കെ. അപ്പോൾ എൻ്റെ ആവശ്യമായിരുന്നില്ല അത്തരം സേവനങ്ങൾ. എങ്കിൽ പോലും ഇത്തരം സേവനങ്ങൾ മുഴുവൻ എനിക്ക് തന്നിട്ട് അത് വെച്ചിട്ട് വില പേശുന്ന ഒരുതരം സ്വഭാവം നമ്മുടെ കുടുംബങ്ങളിൽ വളരെയധികം നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഭീഷണി, ബ്ലാക്ക് മെയിലിംഗ്. അത് വളരെ ചെറുപ്പത്തിൽ മുതലേ നമ്മൾ അമ്മമാർ പ്രത്യേകിച്ചിട്ട് അതിനകത്ത് എക്സ്പേർട്സാണ്. ഇതാ ഭക്ഷണം കഴിച്ചിട്ട് അച്ഛൻ വന്നാൽ പറഞ്ഞു കൊടുക്കും. അവിടെ മുതൽ തുടങ്ങുന്ന ഭീഷണികൾ, എന്തെങ്കിലും തെറ്റുകൾ കുട്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിച്ച് വെച്ചിട്ട് പിന്നീടൊരു ഘട്ടത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു രീതി. മൂന്നാമത്തെ കാര്യം അഫെക്ഷൻ കാണിക്കുക, അല്ലെങ്കിൽ പ്ലീസ് ചെയ്യുക, സുഖിപ്പിക്കുക മക്കളെ, വളരെയധികം സുഖിപ്പിക്കുക. പ്രത്യേകിച്ചിട്ടും ചെറിയ പ്രശ്നങ്ങളിൽ ഡിസ്പ്യൂട്ടുകളുള്ള ഫാമിലികൾക്കകത്ത് ഇത് വളരെയധികം കാണാൻ സാധിക്കും. അച്ഛനും അമ്മയും വളരെയേറെ കുട്ടികളെ സ്നേഹിക്കുന്നു, രണ്ടുപേരും മത്സരിക്കുകയാണ് മക്കളെ സ്നേഹിക്കാൻ. ഇതിൻ്റെ ഉദ്ദേശം മക്കളോടുള്ള സ്നേഹം മാത്രമല്ല, മക്കളെ എൻ്റെ വശത്താക്കിയിട്ട് തൻ്റെ എതിരാളിയെ, അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണറായ തൻ്റെ എതിരാളിയെ മാനസികമായിട്ട് തകർക്കാനുള്ള ഒരു ശ്രമം. ഞാൻ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ സമയം വളരെ ചുരുക്കമായതുകൊണ്ട്. ഇനി കുട്ടികളോട് ഏറ്റവും അധികം നമ്മൾ ചെയ്യുന്ന വേറൊരു മേധാവിത്വം കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു കാര്യമാണ് അവരോട് പറയുന്നത് നോ. ഈ നോ എന്ന് പറയുന്നത്, ഈ നോ എന്ന് കേട്ടിട്ടാണ് നമ്മുടെ മക്കൾ ഒരുവിധം എല്ലാവരും വളർന്നു വലുതാവുന്നത്. ഈ നോ പറയാനുള്ള ഏറ്റവും നല്ല റീസണായിട്ട് നമ്മൾ പറയുന്നത് അവരുടെ സുരക്ഷയെ കരുതിയാണ് ഞാൻ ഈ നോ പറയുന്നത്. മക്കൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഉരുണ്ട് വീഴ് പൊട്ടും കയ്യും കാലും മുറിയും, എന്തൊക്കെ അപകടങ്ങളാണ്, നോ കളിക്കാൻ പോണ്ട. എന്തൊക്കെ കൂട്ടുകെട്ടുകളാണ് അവർ ചെന്നപ്പെടുക, എന്താണ് അവർ ചെയ്യുന്നത് അവർക്കറിയില്ല. നോ, അത് വളരെ സുരക്ഷിതമല്ലാത്ത കാര്യമാണ്, ചെയ്യാൻ പാടില്ല, ടൂറ് പോകാനേ പാടില്ല, ഒക്കെ പ്രശ്നങ്ങളാണ്. ഇതൊക്കെയും ചെയ്യുമ്പോൾ നമ്മളുടെ കംഫർട്ട് സോണുകളിൽ നിന്നും ഒരല്പമെങ്കിലും മാറാൻ തയ്യാറല്ലാത്ത നമ്മളുടെ കുഴപ്പം കാരണമാണ് നമ്മൾ ഈ നോകൾ മുഴുവൻ പറയുന്നത്. നമ്മളുടെ മക്കൾ കളിക്കുന്ന കളിസ്ഥലത്ത് അത് സുരക്ഷിതമാക്കുക എന്നുള്ളത് ആസ് എ പാരൻറ്റ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ സുരക്ഷിതത്വം ഉണ്ടോ, ഇല്ലെങ്കിൽ ആ കളിസ്ഥലം, ആ കൂട്ടുകാരെ, ആ ടൂർ പ്രോഗ്രാം എങ്ങനെ സുരക്ഷിതമാക്കാം, അതിലെങ്ങനെ ക്രിയാത്മകമായി ഇടപെടാം എന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് എൻ്റെ വാട്സാപ്പ് മെസ്സേജുകൾ നോക്കുന്നതിൽ നിന്നോ, എൻ്റെ ഫേസ്ബുക്ക് നോക്കുന്നതിൽ നിന്നോ, എൻ്റെ കൂട്ടുകാരുമായി സമയം ചെലവഴിക്കുന്നതിൽ നിന്നോ ഒരല്പം പോലും സമയം എൻ്റെ മക്കളുടെ സുരക്ഷ നോക്കാൻ വേണ്ടി എനിക്ക് ചെലവഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം എന്താ, മക്കളെ കൺമുന്നിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അവരുടെ സ്വാതന്ത്ര്യത്തിന്, അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയെ, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതിന്, അവരുടെ കൺഫ്രണ്ടേഷൻ പവറിനെ ഒക്കെ നമ്മൾ നോ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുക. അതിലൂടെ നമ്മുടെ മേധാവിത്വം സ്ഥാപിക്കുക. അടുത്തത് ചൂതാട്ടമാണ്. പല രീതിയിലുള്ള ഗെയിമിംഗ് നടക്കുന്ന ഒരു ഇടമാണ് നമ്മളുടെ ഫാമിലികൾ. പൊതുവിടങ്ങളിൽ മാത്രമല്ല, കുടുംബങ്ങളിലും വളരെയധികം ചൂതാട്ടങ്ങൾ നടക്കാറുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്ന് മടുത്ത ഒരമ്മയ്ക്ക് കുഞ്ഞിനെയും കൊണ്ടൊന്ന് ലുലു മോൾ വരെ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ അമ്മ പറയുക, ഇതാ കുഞ്ഞിന് പോകണമെന്ന് കുറേ ദിവസമായി പറയുന്നു, അല്ലാതെ അമ്മയ്ക്ക് പോകണമെന്ന് അമ്മ പറയാറില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാണ്. അപ്പം നമ്മളുടെ ആവശ്യങ്ങൾ പറയാതെ മറ്റൊരാളിൽ അത് ആരോപിച്ച് അവനിലൂടെ അത് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഗെയിമിങ്. ഇനി നമുക്കിഷ്ടമുള്ള ഒരാളെ, നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ കുട്ടിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ചുകൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഗെയിമിങ്. ഇത് മുതൽ വളരെ സീരിയസ് ആയിട്ടുള്ള പല 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 ഗെയിമിങ്ങുകളിലും നമ്മൾ റെഗുലറായിട്ട് ഏർപ്പെടാറുണ്ട്. ഇതൊക്കെയും കുട്ടികളെ ചൂഷണം ചെയ്യൽ തന്നെയാണ്. അവരുടെ നേവിറ്റിയെ, അവരുടെ ആത്മാർത്ഥതയെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ സത്യസന്ധതയെ, അവരുടെ നിങ്ങളിലും സമൂഹത്തിലുമുള്ള ടോട്ടൽ ട്രസ്റ്റിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല സമ്മർദ്ദങ്ങളിലൂടെയാണ് നമ്മളുടെ കുട്ടികൾ ഓരോരുത്തരും ദൈനംദിനം കടന്നു പോകുന്നത്. ഇത് പലരും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. കാരണം നമ്മൾ ഓൾറെഡി കണ്ടീഷൻഡാണ്. നമ്മളിതൊക്കെ അനുഭവിച്ച് ഈ രീതിയിൽ പരിഭാഗപ്പെട്ട് വന്ന നമ്മൾക്ക് ഇതിനെ വ്യത്യസ്തമായി ചിന്തിക്കാൻ, ഇതൊരു കുഴപ്പമല്ല എന്ന് ചിന്തിക്കാൻ പോലും നമ്മൾ തയ്യാറാവാത്തിടത്താണ് പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ളൊരു അറിവ് എത്രമാത്രം അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ അപ്പുറത്തുള്ളതാണ് ചതി അല്ലെങ്കിൽ വഞ്ചന. ചെറിയ കുട്ടികളോട്, ഇപ്പോൾ പ്രത്യേകിച്ചും പ്രവാസികളായ അച്ഛനമ്മമാർക്ക് അറിയാം, അച്ഛൻ ഗൾഫിലേക്ക് പോകാൻ നിൽക്കണമെങ്കിൽ മോൻ കരയണ്ട, അച്ഛൻ ഇപ്പം വരും, മുട്ടായി വാങ്ങിയിട്ട് ഇപ്പം വരും.
ഇല്ല, ആ കുട്ടി നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. അച്ഛൻ ഇപ്പം വരും എന്ന വിശ്വാസത്തോടു കൂടി അച്ഛൻ പോയ വഴിയിൽ ഇപ്പം വരും, അവനറിയാം ഇപ്പം എന്ന് പറഞ്ഞ ചെറിയൊരു ടൈം സ്പാനാണെന്ന്. ആ ഇപ്പത്തിൽ മനസ്സ് നട്ട് കണ്ണ് നിറഞ്ഞ് നോക്കി നിൽക്കുന്ന കുട്ടിയെ നമ്മൾ വഞ്ചിക്കുകയാണ്. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകും, ഹോംവർക്ക് ചെയ്തു അമ്മ മറന്നുപോയി. ആ കുട്ടി നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും ചെറിയ ചതികൾ മുതൽ വലിയ വലിയ വഞ്ചനകൾ വരെ അവരിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. ഈ അച്ഛനമ്മമാരും തനിക്ക് ചുറ്റുമുള്ള ആൾക്കാരും തൻ്റെ സമൂഹവും മൊത്തത്തിൽ തന്നോട് കാണിക്കുന്നത് വഞ്ചനകളാണ്, ചതിയാണ്, എന്നെ പറ്റിക്കുകയാണ് എന്ന ബോധത്തിലൂടെയാണ് ഒരു കുട്ടി വളർന്നു വരുന്നത്. നിരന്തരം വഞ്ചിക്കപ്പെടുകയും പറ്റിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കുട്ടി ഇത്തരത്തിൽ വളർന്നു വരുമ്പോൾ അവൻ്റെ മനസ്സിൽ അടിയുറയ്ക്കുന്ന വിശ്വാസങ്ങൾ എത്തരത്തിലുള്ളതായിരിക്കും? ട്രസ്റ്റ് എന്നുള്ളത് ഏതൊരു ഫാമിലിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാമിലിയുടെ കെട്ടുറപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ വരുമ്പോൾ നിരന്തരം ചതികൾക്കുള്ളിലൂടെ കടന്നു പോകുന്നൊരു കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും? അടുത്തത് പറ്റിക്കലിന് വേറൊരു ഉദാഹരണം. മക്കൾ TV കാണാൻ പാടില്ല, മൊബൈൽ നോക്കാൻ പാടില്ല, പോയിരുന്നു പഠിക്കും എന്ന് പറഞ്ഞ് മക്കളെ അയക്കും. എന്നിട്ട് അമ്മ വന്നിരുന്ന് സീരിയലോ മൊബൈലോ നോക്കുക, അല്ലെങ്കിൽ അച്ഛൻ വന്നിരുന്ന് TV കാണും. ഇതിലെവിടെയാണ് വിശ്വാസം? ഈ ചെയ്യുന്നത് തട്ടിപ്പല്ലേ, ചതിയല്ലേ, വഞ്ചനയല്ലേ? അവന് നമ്മളോട് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ നമ്മൾ അവനോട് അങ്ങനെ ചെയ്യുന്നത്? അവൻ കുഞ്ഞായത് കൊണ്ടല്ലേ? പക്ഷെ അവൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാവില്ലേ? ഈ കാര്യങ്ങളൊക്കെ അവനുള്ളിൽ കൃത്യമായി ഫോട്ടോഗ്രാഫിക് മെമ്മറിയിൽ അവൻ പതിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നീടൊരവസരത്തിൽ അവൻ ഇതൊക്കെ അവൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യും. ഇനി ഇതിൽ നിന്ന് മാറുമ്പോൾ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണത്, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. രക്ഷിതാക്കൾ കുട്ടികളെയും കുട്ടികൾ രക്ഷിതാക്കളെയും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡായി എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്ങനെയാണ് കുട്ടികൾ രക്ഷിതാക്കളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡായി എടുക്കുന്നത്? അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യം അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്കത് വേണം, ഇത് വേണം, ഞാൻ ഇങ്ങനെ ചെയ്യണം, എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, ഇതൊക്കെ വേണം. പലതരത്തിലുള്ള പ്ലീസിങ്ങുകളിലൂടെ നമ്മളുടെ വൈകാരികമായ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പലതരം ആക്ടിവിറ്റീസിലൂടെ അവർ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ബോധമുണ്ട് കുട്ടി എന്നാൽ ഈ ഇത്തരം റൈറ്റ്സുകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് എന്ന്. അതുകൊണ്ട് തന്നെ അതൊക്കെ വാങ്ങിയെടുക്കാനുള്ള വാശി ആ കുട്ടിക്ക് എപ്പോഴും ഉണ്ടാവും. എന്നാൽ എന്തൊക്കെയാണ് ഒരു കുട്ടി എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് നമ്മൾ കോൺഷ്യസ്ലി പലപ്പോഴും കുട്ടികളോട് പറയുന്നില്ല. തിരിച്ച് പാരൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എല്ലാ റൈറ്റും ഉണ്ട് നിൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കാനും നിന്നെ ഏത് രീതിയിൽ മാറ്റിമറിക്കാനും എന്ന് അഹങ്കരിക്കുന്ന രക്ഷിതാക്കൾ, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ മാത്രമേ യോഗ്യതയുള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കലാണ് നിൻ്റെ ധർമ്മം എന്ന് പറയുമ്പോൾ അവിടെ ആ രക്ഷിതാവ് അയാളുടെ റൈറ്റ്സ് മാത്രമാണ് കാണുന്നത്. കുട്ടിക്ക് സ്വതന്ത്രമായി ജീവിക്കാനും സ്വയം വളരാനുമുള്ള കഴിവുകൾ കൊടുക്കലാണ് തൻ്റെ ധർമ്മം എന്നുള്ള റെസ്പോൺസിബിലിറ്റി അയാൾ മറക്കുന്നു. മൂന്നാമത്തത്, മറ്റുള്ളവർ, സമൂഹത്തിൽ രക്ഷിതാക്കൾക്കപ്പുറം മറ്റുള്ളവർ കുട്ടികളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡായി കാണുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാകും. ചെറിയ കുട്ടികളുടെ കവിളിൽ വന്ന് നുള്ളി സ്നേഹം പ്രകടിപ്പിക്കുന്ന, പിച്ചി അവരെടുത്തൊന്ന് നല്ലോണം ഷെയ്ക്ക് ചെയ്ത്, ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി എടുത്ത് വന്ന് ഷെയ്ക്ക് ചെയ്ത് അല്ലെങ്കിൽ തലയിൽ മുട്ടി ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. കുട്ടിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവൻ കുട്ടിയായതുകൊണ്ട് മാത്രം എനിക്കിങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആക്കുന്ന, കുട്ടികളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആക്കുന്ന ഒരു അവസ്ഥ. പാരൻറ്റിങ് എന്നുള്ളത് അത്ര ലഘുവായ ഒന്നല്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് മാത്രമാണ്. കാരണം ഇതിനപ്പുറത്തേക്ക് കുട്ടികളുടെ ശാരീരികമായ വികാസത്തിന് ഏതൊക്കെ രീതിയിൽ പാരൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിലായിരിക്കണം പാരൻസ് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. കുട്ടികളുടെ മാനസികമായ ഉന്നമനത്തിന് ഏതൊക്കെ രീതിയിൽ പാരൻസിന് അവരുടെ വളർച്ചയിൽ പങ്കാളികളാകാം, കുട്ടികളുടെ ബൗദ്ധികമായ വികാസത്തിനായി പാരൻസിന് ഏതൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അവർക്ക് എന്തൊക്കെ സാധ്യതകൾ തുറന്നു കൊടുക്കാൻ പറ്റും, കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള തലങ്ങളിൽ അവരുമായി എങ്ങനെ സംവദിക്കാം, അവർക്ക് എത്തരത്തിലുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം, അവർക്ക് എങ്ങനെ സ്വയം കഴിവുകൾ, സ്വയം ധൈര്യം ആർജിച്ചെടുക്കാനും സമൂഹത്തിലെ പ്രതിസന്ധികളെ, ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനും സാധിക്കും. ഇതൊക്കെയും പാരൻറ്റിങ് എന്നുള്ളൊരു വിഷയത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ചെറിയ ഒരു സമയത്തിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പാരൻറ്റിങ് എന്നാൽ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കാര്യമല്ല. നമുക്കതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനുണ്ട്. ആ ചിന്തകൾ നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മൾ കുട്ടികളുടെ മുകളിൽ ഉപയോഗിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചിട്ടോ ദുസ്വാധീനത്തിനെക്കുറിച്ചോ ഇൻഫ്ലുവൻസുകളെക്കുറിച്ചോ ഡൊമിനേഷനുകളെക്കുറിച്ചോ നമ്മൾക്ക് ഒരു സ്വയം തിരിച്ചറിവുണ്ടാവും. അതുകൊണ്ട് ഓരോ വാക്ക് നമ്മൾ പറയുമ്പോഴും നമുക്കൊന്ന് ചിന്തിക്കാം, ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇത് എത്രമാത്രം ശരിയാണ് എന്ന്. താങ്ക് യു സോ മച്ച് ധന്യ മാം. നമ്മളെ കുട്ടിക്കാലത്തേക്കൊന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. I would like to invite Mr. Raju from Essence Kozhikode for presenting the memento to Ms. Dhanya Bhaskaran.